എന്നിട്ട് ഈ വീട്ടിലേക്ക് വരാൻ അവരുടെ അഭിമാനം സമ്മതിച്ചില്ല അല്ലേ? രാജുവും വേണോട്ടനൊക്കെ ഒരു പ്രത്യേകതരം മനുഷ്യരല്ലേ ഏട്ടാ? ആയിക്കോട്ടെ, പക്ഷേ രാജു പ്രതാപവർമ്മയുടെ മരുമകനാ. സൂര്യമകടുത്ത കുട്ടിയെയാ അവൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. നീ എത്രയും പെട്ടെന്ന് രാജുവിനെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറയും. ശരി ഏട്ടാ. ഇത്തിരി ക്ഷീണമൊക്കെ മാറുമ്പോ അടുത്ത പണി തരും ഞാൻ നിനക്ക്. ഇനി മുതൽ നീയാണല്ലോ എന്റെ എര. ഇവളുടെ ആങ്ങളെയും കുടുംബവും ഏതോ ഒരു ലോഡ്ജിൽ മുറിയെടുത്തുവെന്ന് എന്റെ ഫ്രണ്ട് വിളിച്ചു പറഞ്ഞു. എന്റെ ആങ്ങളെയും കുടുംബമൊന്നും പറയണ്ട, രാജുവും കുടുംബവും അങ്ങനെ പറഞ്ഞാ മതി. എന്നാ രാജുവും കുടുംബവും അത്രയ്ക്ക് വെറുത്തു ഈ കൊച്ച് അതിന്റെ വീട്ടുകാരെ. ആ കൊട്ടാര ലോഡ്ജിൽ നിന്നാ കേട്ടെ. എവിടെയെങ്കിലും മുറിയെടുക്കോ വാടകയ്ക്ക് താമസിക്കോ ചെയ്യട്ടെ. മോൻ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നേ? അന്വേഷിച്ചല്ലമ്മേ, അറിഞ്ഞ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ നാട്ടിൽ സ്വസ്ഥമായിട്ട് നടക്കാൻ പറ്റുന്നില്ല. ആ അതെന്താ അത്? നിനക്ക് പ്രായമായ പെൺമക്കളുണ്ടോ കെട്ടിച്ചുവിടാൻ? അല്ലമ്മേ, ആളുകളുടെ ചോദ്യവും പറച്ചിലുവാ. ഗുണ്ടായുസം കാണിച്ച് ആ പാവങ്ങളെ അവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടത് ഒട്ടും ശരിയായില്ലെന്ന് ഒരുത്തൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ആ പറഞ്ഞവന്റെ പല്ലടിച്ച് പറിക്കാൻ മേലായിരുന്നോ നിനക്ക്? ഞാനൊരു ദന്തിസ്റ്റൊന്നും അല്ല പല്ലടിച്ച് പറിക്കാൻ. ആ എന്തായാലും ഇത്തിരി കൂടിപ്പോയി. അവരെ നീ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് എന്റെ ന്യായവും ചോദിച്ച ആരെങ്കിലും വരുമോ? ആര് ന്യായം ചോദിച്ചു വന്നാലും അവര് ചെയ്ത ദ്രോഹത്തിന് പകരാവില്ല ഇതൊന്നും. വലിയ പാചകക്കാരിയുടെ കേമത്ത് കൊണ്ടേ എനിക്ക് നഷ്ടമായതേ എന്റെ പേരക്കിടാവിനെയാ. ആ കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവര് മോളുടെ അച്ഛനും അമ്മയല്ലേ. മോള് പറഞ്ഞ അമ്മ അവരോട് ക്ഷമിക്കാം. ഇല്ല, അമ്മയും ഹരീഷും അവരോട് ക്ഷമിച്ചാലും ഞാൻ അവരോട് ക്ഷമിക്കില്ല. എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല ഇക്കാര്യം. എന്റെ മകനെ കൊണ്ട് നിന്റെ കഴുത്തി കിടക്കുന്ന ഈ താലിമാല ഞാൻ ഊരിക്കും. എന്നിട്ട് ഇവനെ കൊണ്ട് തന്നെ നിന്റെ കഴുത്തിൽ പിടിച്ച് ഞാൻ വെളിയിലും തള്ളും. ആ മോളങ്ങ് വല്ലാണ്ട് ക്ഷീണിച്ചു പോയി. അമ്മ മാർക്കറ്റിലെ ഒരു മുട്ടനാടിന്റെ നടനാല് പറഞ്ഞിട്ടുണ്ട്. സൂപ്പ് വെച്ചുതരാം കേട്ടോ. ആ മോള് കഴിക്കേ. ഇങ്ങനെ കരയില്ലേ? എന്തിനാ രാധമ്മേ നീ ഇങ്ങനെ മനസ്സിനായിട്ട് ഒരുക്കുന്നത്? 1000 പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞല്ലേ എല്ലാം മറക്കാൻ ശ്രമിക്കണമെന്ന്. ആ രുക്മിണി അപ്പോഴേ പറഞ്ഞതാ പലഹാരങ്ങൾ കടയിൽ നിന്ന് അവള് വാങ്ങിച്ചോളാന്ന്. ഞാനാ പറഞ്ഞ് എന്റെ മോൾക്ക് ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാന്ന്. രാധമ്മ പറഞ്ഞത് രാധമ്മയുടെ സിൻസിയറിറ്റി, സ്വന്തം മകളോടുള്ള സ്നേഹം. എടീ നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ നീ ഇങ്ങനെ വിഷമിക്കണേ? അതല്ല, നമ്മളിങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് ഈ ലോഡ്ജിൽ വന്ന് കിടക്കേണ്ടി വന്നില്ലേ? അതിന് കാരണക്കാരി ഞാനല്ലേ? അതിനമ്മ എന്ത് തെറ്റ് ചെയ്തു? എടേ ഇതാ രുക്മിണിയുടെ ഒരു പ്ലാനായിരുന്നു. അതില് അവള് പെടുത്തിയത് നിന്നെ. ദൈവമേ, അവള് ചെയ്ത ചതികളെ പറ്റി നമ്മുടെ മോക്ക് മനസ്സിലാവണില്ലല്ലോ. വേണുവേട്ടാ, നമ്മുടെ കുഞ്ഞിനോട് അവൾക്ക് ശത്രുതയുണ്ട്. അതായി എനിക്ക് പേടി. എന്താ ഇത് ഇങ്ങോട്ട് വിളിപ്പിച്ച? ഇവിടെ ആരുമില്ല, പറഞ്ഞോ. രാജു, ഞാനിപ്പോ ഒരു കാര്യം പറയും, അത് കേൾക്കണം. തിരിച്ചൊന്നും പറയരുത്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എനിക്കിഷ്ടമില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ഋതു പറയുന്നത് അതാണെങ്കിലോ? എന്നോട് രാജുവിന് സ്നേഹമുണ്ടോ? അതെന്ത് ചോദ്യാ? ഋതുവിനോട് എനിക്ക് സ്നേഹമില്ലാന്ന് ഋതുവിന് പോലും പറയാൻ പറ്റില്ല. ആ സ്നേഹം ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയോ, കേട്ടേ പറ്റൂ. പറയ്.
എന്റെ ഷെയറിൽ നിന്നും പണം എടുത്ത് നമുക്കൊരു വീട് വാങ്ങാം. ആ രാജു, ആരും അറിയില്ല. എന്റെ ഫണ്ടല്ലേ. എന്റെ ഫണ്ട് രാജുവിന്റെ അല്ലേ? അതൊക്കെ ശരിയാണ്. എന്നാലും അത് വേണ്ട ഋതു. എന്താ രാജു ഇത്രയും പിടിവാശി? പിടിവാശി അല്ല ഋതു. ഓരോരുത്തർക്കും ഓരോ പ്രിൻസിപ്പൾസ് ഇല്ലേ? എന്നാ വേറൊരു കാര്യം പറയാം. അതെതിർക്കോ? പറയേ. വേറൊരു റെന്റഡ് ഹൗസ് എടുക്കാം. അതിന്റെ അഡ്വാൻസ് എമൗണ്ട് ഞാൻ തരാം. സ്വീകരിക്കോ? കടമായിട്ട് സ്വീകരിച്ചാ മതി. ഓക്കെ ഋതു. പിന്നെ രാജു, അങ്കിളിനെ രാധമ്മയും ഇങ്ങനെ ഈ ലോഡ്ജില് കിടത്താൻ പറ്റില്ല. എന്തായാലും അവര് നമ്മുടെ അച്ഛനും അമ്മയല്ലേ. ഋതു പറയുന്നത് പോലെ ഞാൻ ചെയ്യാം. സമ്മതിച്ചിരിക്കുന്നു. ഇതെന്താ ഇങ്ങനെ? നമ്മളൊക്കെ അവർക്ക് അന്യരായോ? രാജു വലിയ അഭിമാനിയാ. അത് പോട്ടെ, ഋതുമോക്കെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞുകൂടായിരുന്നു? ഈ കാണുന്ന സ്വത്തുക്കളെല്ലാം ഉള്ള കുട്ടിയാ. ഭർത്താവിനും കുടുംബത്തോടൊപ്പം കണ്ട ലോഡ്ജിൽ പോയി കിടക്കുന്നത്. സൂര്യമുഖത്തെ അമ്മ അറിഞ്ഞ ഇത് സഹിക്കോ? അല്ല, യാമിനി എങ്ങനെ അറിഞ്ഞത്? എന്റെ ഒരു ഫ്രണ്ട് വിളിച്ചു പറഞ്ഞാ ഞാൻ അറിഞ്ഞ്. ഇനി താമസിക്കണ്ട, നീ വാ, നമുക്ക് ഏട്ടനോട് പറയാം. വാ. ആ, ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. പിള്ളേരെവിടെ ചേരാ? മോളും രാജു ഇതുവരെ വന്നില്ലല്ലോ. എന്താ എന്താ ശേഖര ഒരു ടെൻഷൻ പോലെ? നീ ആളെ പേടിപ്പിക്കാതെ കാര്യം പറഞ്ഞേ. അല്ല, അത് ഏട്ടാ, ആ രുക്മിണി ഹരീഷും കൂടെ വേണോട്ടിനെയും കുടുംബത്തെയും ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഇറക്കി വിട്ടെന്നോ? എങ്ങനെ? എന്നോട് എന്റെ ഒരു കൂട്ടുകാരി വിളിച്ചു പറഞ്ഞതാ. ഇതൊക്കെ ഇത് എന്ത് മര്യാദയടാ? ഇവിടെ ചോദിക്കാനും പറയുന്ന ആളില്ലേ? അല്ല, എന്നിട്ടിപ്പോ അവരെവിടെയാ? ഒരു ലോഡ്ജിലാണെന്നാ കേട്ടത്. ലോഡ്ജിലോ? എന്നിട്ട് ഈ വീട്ടിലേക്ക് വരാൻ അവരുടെ അഭിമാനം സമ്മതിച്ചില്ല അല്ലേ? രാജുവും വേണോട്ടിനൊക്കെ ഒരു പ്രത്യേകതരം മനുഷ്യരല്ലേ ഏട്ടാ? ആയിക്കോട്ടെ, പക്ഷേ രാജു പ്രതാപവർമ്മയുടെ മരുമകനാ. സൂര്യമ്മക്കെടുത്ത കുട്ടിയെയാ അവൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. നീ എത്രയും പെട്ടെന്ന് രാജുവിനെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറയും. ശരി ഏട്ടാ. എന്താ അമ്മേ കാര്യം? പറയാടാ. ഞാനേ ഒരു ഭൂകമ്പത്തെക്കുറിച്ച് നിന്നോട് പറഞ്ഞില്ലേ? പറഞ്ഞു. ഈ വീട്ടില് ആ ഭൂകമ്പം ഉണ്ടാവണമെങ്കിൽ അതിന് മതിയായ ഒരു കാരണം വേണ്ടേ? കാരണം വേണം.